അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. വബശ്ശിരിൽ ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി അന്ന ലഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹിൽ അൻഹാർ കുല്ലമാ റുസിഖൂ മിൻഹാ മിൻ സമറത്തിർ റിസ്ഖൻ ഖാലൂ ഹാദാ അല്ലദീ റുസിഖ്നാ മിൻ ഖബ്ൽ وأوتوا به متشابها ولهم فيها أزواج مطهرة وهم فيها خالدون. ആയത്താണ് ഓതേണ്ട ദിവസങ്ങളിൽ അതിൻ്റെ അറിയപ്പെട്ട ബാഹ്യമായ തഫ്സീർ നമ്മൾ പറഞ്ഞത്. അതിന് ആന്തരിക തലത്തിൽ മഹാന്മാർ നൽകിയ ഒരു സൂചന, ബശ്ശിരിൽ ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്, യഥാർത്ഥ വിശ്വാസം ഉൾക്കൊള്ളുകയും ദൃഢരൂഢമാക്കുകയും അതനുസരിച്ചുകൊണ്ടുള്ള സുഹൃത്തുക്കൾ ആത്മനിഷ്ഠയോടെ പൂർത്തിയാക്കുകയും ചെയ്യുന്ന ആളുകൾ, അവർക്ക് സുവിശേഷം അറിയിക്കാനാണ്. അന്നലഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹിൽ അൻഹാർ, അവർക്ക് അടിവാരങ്ങളിലൂടെ പുഴകൾ ഒഴുകുന്ന ഉദ്യാനങ്ങളുണ്ട്. അവിടെ മഹാന്മാരിൽ ചില ആളുകൾ പറയുന്നത്, ഈമാന് അതിൻ്റെ ഒരു സൂചന, ഈമാൻ എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു ഉദ്യാനമാണെന്നാണ്. ഈമാൻ ഉള്ളിൽ തട്ടിയ യഥാർത്ഥ വിശ്വാസവും അള്ളാഹുവിനെ മെഹബൂബായി അംഗീകരിക്കുകയും ചെയ്തൊരു മനുഷ്യനെ പേടിച്ചെടുത്തോളം നിസ്കാരം എന്നൊക്കെ പറഞ്ഞാൽ അതൊരു സ്വർഗാണ്. ആത്മീയ തലത്തിലുള്ള അനുഭൂതിദായകമായ അവർണ്ണനീയമായ ഒരവസരമാണ്. അതിൻ്റെ രസം നമുക്കറിയില്ല, നമുക്കത് അനുഭവിക്കാത്തതുകൊണ്ട് നമുക്കറിയില്ല, അതൊരു രസമാണ്. അപ്പോ അവർക്ക് വല്ലാത്തൊരു സ്വർഗീയ ഉദ്യാനം പോലെ അള്ളാഹുവിന് തുറന്നു കൊടുക്കും. എന്നിട്ട് അതിനെ കുറിച്ച് പറയാണ്, അതിൽ മരങ്ങളുണ്ട്, ആ മരങ്ങളുടെ താഴ്വാരങ്ങളിലൂടെ പുഴകൾ ഒഴുകുന്നുണ്ട് പറഞ്ഞാൽ ഈമാൻ തന്നെ ഒരു മരാണെന്നാണ്. ളറബല്ലാഹു മസലൻ കലിമത്തൻ ത്വയ്യിബ, ളറബല്ലാഹു മസലൻ ഷജറത്തൻ ത്വയ്യിബത്തൻ. ഖുർആനിലുണ്ടല്ലോ, കലിമത്തൻ ത്വയ്യിബത്തിന് അല്ലാഹു തആല ഷജറത്തിനെ ഉദാഹരിച്ചു എന്നുള്ളത്. അതൊരു മരാണ്. ഈമാൻ എന്നുള്ളത് ഒരു വലിയൊരു പൂമരമാണ്. അതിൽ പഴങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ, പുഴകളുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ, ആ മരത്തിൽ കായ്ക്കുന്ന പഴങ്ങൾ എന്ന് പറഞ്ഞാൽ ഈമാനിക മരത്തിൽ കായ്ക്കുന്ന പഴങ്ങൾ ഏതാ? തവക്കുല്, ക്ഷമ, പ്രപഞ്ചത്യാഗം, നാണം, വിനയം, സൽസ്വഭാവം, ഇതൊക്കെ പഴങ്ങളാണ്. ഈ പഴങ്ങളുള്ള മരം കൊണ്ടേ ഉപകാരമുള്ളൂ, അല്ലാത്ത മരം കൊണ്ട് എന്ത് ഉപകാരമുള്ളത്? ഒരാള് നല്ലൊരു മരം നട്ടു വളർത്തി, അതിലൊരു പഴം ഉദ്ദേശിച്ചിരുന്നു, സമയമായിട്ട് ആ പഴം കിട്ടിയില്ലെങ്കിൽ ആ മരം വെട്ടിമുറിച്ച് കഷ്ണാക്കിയിട്ട് അടുപ്പിലെറിഞ്ഞിട്ട് വെണ്ണീറാക്കുമെന്നതിൽ ആർക്കും സംശയമില്ലല്ലോ, ചെയ്യുന്ന കാര്യമല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ മരത്തെ നട്ടു വളർത്തിയത്, അതിൽ ഈമാനികമാരായ പൂമരം അല്ലാഹു കൊടുത്തത് സമയമാകുമ്പോൾ ഇതിൽ പഴങ്ങൾ കായ്ക്കാനാണ്. ഏതാണ് പഴങ്ങള്? കുല്ലമാ റുസിഖൂ മിൻഹാ മിൻ സമറത്തി റിസ്ഖൻ ഖാലൂ ഹാദാ അല്ലദീ റുസിഖ്നാ മിൻ ഖബ്ൽ എന്ന് പറഞ്ഞില്ലേ. എന്ന് പറഞ്ഞാൽ ഓരോ തവക്കുലിനും ഓരോ സബറിന് വ്യത്യസ്ത ടേസ്റ്റുകളായിരിക്കും. സബറും തവക്കുലൊക്കെ സംഗതി ഒന്നാണെങ്കിലും അതിൻ്റെ അനുഭൂതികൾ വ്യത്യസ്തമായിരിക്കും, ടേസ്റ്റ് വ്യത്യസ്തമായിരിക്കും. അപ്പൊ ഈ മരങ്ങളിൽ ഇതൊക്കെ കായ്ക്കണം, ഇല്ലെങ്കിൽ അല്ലാഹു തആലയും ഉപകാരമില്ലാത്ത മരം അല്ലാഹു തആല വലിച്ചെറിയും അടുപ്പിലേക്ക്. അല്ലാഹ് വലിച്ചെറിയുന്ന അടുപ്പിന്റെ പേരാണ് നരകമെന്ന് അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ഈ മരാണ്, അത് ഉള്ളിക്ക് ശരിക്കും ഈമാനുണ്ട് ഇറങ്ങി അള്ളാഹനെ മെഹബൂബായി തെരഞ്ഞെടുത്താൽ പിന്നെ കിട്ടുന്ന രസമുണ്ട്. നിസ്കാരത്തിന്, സുജൂദിന് പിന്നെ ഭയങ്കര ക്ഷമയായിരിക്കും, ഭയങ്കര വിനയായിരിക്കും. അതിന് ചിലപ്പോൾ മൂല്യരായിക്കൊള്ളൊന്നുമില്ല, മൂല്യരായതുകൊണ്ട് ഉണ്ടായിക്കൊള്ളൊന്നുമില്ല. കണ്ട് ഞാൻ നല്ലൊരു മനുഷ്യനെ കണ്ട്, നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നല്ല മനുഷ്യൻ. ഒരു നാട്ടില് നമ്മൾ വയത് പറയുമ്പോൾ സ്റ്റേജിൽ ഒരാൾ ഇരിക്കുകയാണെങ്കിൽ ആ നാട്ടില് മാന്യനാവുമല്ലോ, അല്ല അങ്ങനെയല്ല ഉണ്ടാകുക. നമ്മളൊരു നാട്ടിൽ പോയ ആള് സ്റ്റേജിൽ നമ്മളടുത്ത് കൊടുത്തിട്ടാണ് ആളെ ആര് അല്ലേ, കുറച്ച് നിലമലിയുള്ള ആളായിരിക്കും നാട്ടിലൊക്കെ. അവ സ്റ്റേജിൽ എൻ്റെ അടുത്ത് കൊടുത്തിരുത്തിയ ആളാണ്, കാഴ്ചയിലെ ആള് നല്ല നിലമലുണ്ട്. പക്ഷെ ഞാൻ വയത് തുടങ്ങിയപ്പോൾ മൊബൈൽ ഉപയോഗിച്ച്, എനിക്കാണെങ്കിൽ ഈ വയലിൻ്റെ ഇടയിൽ മൊബൈൽ ഉപയോഗിക്കണവും കണ്ടുകൂടാ, ഉപയോഗിക്കണവരും കണ്ടുകൂടാ, അങ്ങനല്ലേ. അപ്പൊ ഞാൻ തിരക്കുള്ള ആളായിരിക്കും, ആയിക്കോട്ടെ എന്നുള്ളക്ക് ഞാൻ 1-2 പ്രാവശ്യം ക്ഷമിച്ചു, 3-ാമത് ഉപയോഗിച്ചു.
ഞാൻ പറഞ്ഞു ഇതിവിടെ പറ്റില്ല. നിങ്ങൾ സ്റ്റേജിലിരിക്കുക, എൻ്റെ തൊട്ടറിഞ്ഞിട്ട് ഇതിങ്ങനെ നിൽക്കുക, എന്നിട്ട് നിങ്ങൾ വർത്താനം വരാം. ഇതിനാണ് സദസ്സിലെ ശല്യം എന്ന് പറയാം. ഇവിടെ പറ്റില്ല. അയാൾ ഇറങ്ങിപ്പോയി. ഞാൻ പോണവർക്ക് പോവാ, അല്ല എന്താ പോണവർക്ക് പോവാ. ഞാൻ നിങ്ങളെ ഈ കളി കാണാൻ വന്നാലേ, ഞാൻ ദൂരെ ഞാൻ കണ്ണൂർ ഭാഗത്താണ് അയാൾ ഇത്ര ക്ഷീണിച്ച് സഹിച്ചു പോയത്. ഞങ്ങൾ കളി കാണാൻ വന്ന ആളല്ല, പോണവർക്ക് പോവാന്നും പറഞ്ഞു. ഞാൻ കരുതി അയാൾ അതോടുകൂടി പോയിട്ടുണ്ടാവും. കുറച്ച് കഴിഞ്ഞപ്പോ ഈ മനുഷ്യൻ സാസിൽ വന്നിരിക്കുകയാണ്, എൻ്റെ മുഖത്തൊക്കെ അങ്ങനെ നോക്കിയിരിക്കുകയാണ്. അവസാനം എന്നെ വന്ന് കെട്ടിപ്പിടിച്ച് പൊടിയും പൊടിയൊക്കെ ഒരമ്മ ചെന്ന് നെഞ്ഞ് കുറെ ഒഴിഞ്ഞെന്ന് പൊരയ്ക്ക് വരുമോന്ന് ചോദിച്ചു. ഞാൻ ആകെ എന്നോട് അറിയാം, നിങ്ങൾ പൈസ വേണോ? എൻ്റെ ഭാര്യ ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ വിളിച്ചപ്പോൾ ഞാൻ പറയും ഞാനതൊന്നും അറിയില്ലല്ലോ. നമ്മൾ ഈ സദസ്സിൽ മൊബൈൽ ഉപയോഗിക്കുക മര്യാദക്കേടാണ്, അതിന് ഞാൻ നേരിടേണ്ട ആളാണ്. അവിടെ പിന്നെ ആരെയെന്ന് ഞാൻ നോക്കലില്ല. ഞാൻ 1-2 പ്രാവശ്യങ്ങൾ ഇത് കണ്ടു, ഞാൻ ക്ഷമിച്ചു. പിന്നെ 3-ാം പ്രാവശ്യം ആവർത്തിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് നിങ്ങളോട് വരാനുള്ളത് അത് നിങ്ങൾക്ക് വേദനായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെട്ട് തരില്ലെന്ന് പറഞ്ഞ്. എനിക്കെന്താ അവസ്ഥ? അത് പൊരുത്തപ്പെട്ട് തരാനുള്ളത് ഇങ്ങനൊക്കെ തന്നെയാണല്ലോ പറയേണ്ടത്. അയാൾ ഇങ്ങനൊക്കെ പറയണമെന്ന് പറഞ്ഞപ്പോ എൻ്റെ മനസ്സിക്ക് മൂല്യരായിട്ടെന്താ കാര്യം അല്ല. പടച്ചോനെ, അതിപ്പോ ഞാനൊരു മൂല്യരെ പറഞ്ഞു നോക്കണ്ടേ? ഞാൻ മൂല്യന്മാരെ പറയലുണ്ട്, ഉപയോഗിച്ചാൽ ആരാ നോക്കല്ലേ പറയലുണ്ട്. ഇന്നലെയും പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞു, നീ അയ്യാലസലാന്ന് വാങ്ങെടുക്കുമ്പോ അങ്ങനെ നെക്കാൻ മറക്കണ്ട. അങ്ങനെ ഉണ്ടല്ലോ, അയ്യാലസല അയ്യാലൽഫല, അതും 2 ഖുതുബിന്റെ ഇടയിലും മാത്രമേ തുറക്കാത്തുള്ളൂ. ബാക്കിയൊക്കെ ഞങ്ങളെപ്പോൾ തോറും തുറക്കണ്ട്. ഇപ്പോൾ അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ. ഈ മൊബൈൽ കൊണ്ടുള്ള ശല്യം ഇന്ന് ലോകത്ത് വേറെ ഒന്നുകൊണ്ടില്ല. ഇനി ഇതിനേക്കാളും ശല്യമുള്ള ഒരു സാധനം ദുന്യാവിലുണ്ടെങ്കിൽ അത് ദജ്ജാൽ മാത്രമാണ്, ഒരു സംശയം വേണ്ട. ഇതിലൂടെ വരുന്ന ഈമാനിക ചോർച്ച, ഇതിലൂടെ വരുന്ന കൾച്ചറുകൾ മാറുകയാണ്. അതങ്ങനെയല്ലോ, നമ്മളെ ഏരിയ, നമ്മുടെ സ്ഥലം, നമ്മുടെ സഹവാസം, ഇത് കൾച്ചർ മാറ്റുന്നതാണ്. നല്ല നല്ല കുട്ടികൾ തന്നെ സ്ഥലം മാറുമ്പോൾ കൾച്ചറൊക്കെ മാറി. എന്നിട്ട് പിന്നെ അതിനെ ന്യായീകരണം കണ്ടെത്തുക. ലോകത്ത് ചെയ്യുന്ന തമ്മാടിത്തരത്തിന് ന്യായീകരണം കണ്ടെത്തിയ ആദ്യത്തെ ആൾ ഇബ്ലീസാണ്. നമ്മളെ കേരളത്തിൽ ഏറ്റവും വലിയ ന്യായീകരണം കണ്ടെത്തിയ ആള് ചേകന്നൂരുമാണ്. അവരൊന്നും ജൂനിയേഴ്സ് ആവാൻ നിൽക്കരുത് എന്ന് എല്ലാ ചെറുപ്പക്കാരോടും ഞാൻ പറയും. ന്യായീകരണം ഇബ്ലീസ് എങ്ങനെ ഇട്ടുതരും? കാരണം ഇബ്ലീസ് നല്ല ഇൽമുണ്ട്, ആയത്തോദീസൊക്കെ ഇങ്ങനെ ഇട്ടുതരും. ആ ന്യായീകരണത്തിന്റെ ആളാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ വരുമ്പോ എനിക്ക് ന്യായീകരണം ഉണ്ടെന്ന് ആസ്വദിച്ചാൽ അത് നരകത്ത് പോണവരെ ആശ്വാസം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ദുനിയാവിൽ തന്നെ കൊടുക്കും ഒരു സമയത്ത്, സംശയമൊന്നുമില്ല കാര്യത്തില്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. സംഗതികൾ കയ്യിൽ നിന്ന് വന്ന കൈമോശം, അത് കൈമോശാന്ന് മനസ്സിലാക്കിയിട്ട് തൗബ ചെയ്ത് രക്ഷപ്പെട്ട് നന്നാവുകയാണ് വേണ്ടത്. അല്ല ചളികളിൽ നിന്ന് ഉരുണ്ടിട്ട് ന്യായീകരണം പറയല്ലേ വേണ്ടത്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഏതായാലും ഈമാനായാൽ അതിൽ ക്ഷമ ഉണ്ടാവും, സുഹൃദ് ഉണ്ടാവും, തവക്കുലുണ്ടാവും. അതൊക്കെ തന്നെയാണ് പഴങ്ങള്. അത് അള്ളാഹ് തരുന്നതാണ്. നമ്മളെടുക്കാനുള്ള പണി നമ്മളെടുത്താൽ അള്ളാഹു തആല തരാനുള്ള ഔദാര്യം അവൻ തരും. അതുണ്ടെങ്കിൽ വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ, അള്ളാഹിനെ പേടിക്കേണ്ടതുപോലെ പേടിച്ചാൽ ഓന് 2 സ്വർഗ്ഗം ഉണ്ട് എന്നാണ്. അതിന് ഒരുപാട് തഫ്സീറുകളുണ്ട്. ഞാൻ തന്നെ ഇവിടെ ഒരുപാട് തഫ്സീർ അതിന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിലൊരു തഫ്സീറാണ് 2 സ്വർഗ്ഗം എന്ന് പറഞ്ഞാൽ ഒരു സ്വർഗ്ഗം ഇവിടെ തന്നെയാണ്. ഒരു സ്വർഗം ഇവിടെ തന്നെയാണ്. ഏതാ സ്വർഗം? ഇബാദത്തിന് ലദ്ദത്ത് ഉണ്ടാവും, രസം ഉണ്ടായിത്തീരും. അതുമല്ല മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും അത്വയ്യിബു വന്നിസാ, ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും അത്വയ്യിബു വന്നിസാ, നിങ്ങളെ ദുനിയാവിൽ നിന്ന് എനിക്ക് ഇഷ്ടപ്പെടുത്തപ്പെട്ടത് അത്തറും എൻ്റെ ഭാര്യമാരുമാണ്. പിന്നെ ഹബീബ നബിക്ക് പറഞ്ഞാൽ മതിയായിരുന്നു വസ്സലാത്തു നിസ്കാരാണ് എന്ന്. പക്ഷെ ഭാഷ അങ്ങോട്ട് മാറ്റി മുഹമ്മദ് മുസ്തഫ. എനിക്ക് ഭാര്യമാരോട് ഇഷ്ടമാണ്, അത്രയും ഇഷ്ടമാണ്. പക്ഷെ എന്റെ പരമാനന്ദം അതാണ് ഖുർറത്ത് ഐൻ, കൺകുളിർമ എന്ന് പറഞ്ഞ പരമാനന്ദം അത് നിസ്കാരത്തൊക്കെ കയറിയാലാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. കാരണം എന്താ? ബശരില്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി അന്ന ലഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹാ അൽ-അൻഹാർ കുല്ലമാ റുസിഖൂ മിൻഹാ. ഓരോ നിസ്കാരത്തിന് ഓരോ ടേസ്റ്റ് ആയിരിക്കും. ഇന്നത്തെ ളുഹർ തന്നെ നാളെ നിസ്കരിക്കുന്നത് ടേസ്റ്റ് മാറും.
കുല്ലമാ റുസിഖു മിൻഹാ മിൻ സമറത്തി റിസ്ഖൻ ഖാലു ഹാദല്ലദീ റുസിഖനാ മിൻ ഖബൽ. അല്ലാഹു ആ കൂട്ടത്തിൽ പെടുത്തട്ടെ. ഇതിന് രസം കണ്ട് കേറിയാണ്ടല്ലോ, അത് ബഹുരസാണ്, ഭയങ്കര രസാണ്. ഈ രസം കണ്ടൊന്ന് കേറി കിട്ടണം. പക്ഷെ എന്താണ്, ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി എന്നുള്ളൊരു മഹാനുണ്ട്, അവർക്ക് അൽഹിക്കം എന്നുള്ള കിതാബുണ്ട്. അതിന്റെ ചില ഭാഗങ്ങൾ ഇന്നലെ ഞാൻ ഖുതുബയിൽ പറഞ്ഞു. അതിൽ എന്നെങ്ങനെ കിതാബ് നോക്കണമെത്ത് ഇങ്ങനെ വെച്ച് ഉടക്കണ ചില സ്ഥലങ്ങളുണ്ട്. സുബ്ഹാനല്ലാഹ്. അതിൽ മഹാനവറുകൾ പറയാണ്, കൈഫ യർഹലു ഇലല്ലാഹ്, നീ എങ്ങനെയാടോ അള്ളാഹുവിലേക്ക് ഹൃദയം കൊണ്ട് യാത്ര ചെയ്യാം? എനിക്ക് അള്ളാഹുവിലേക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല. വസുവറുൽ അക്വാനി മുന്തബിഅത്തുൻ ഫീ മിർആത്തി ഖൽബിക, നിന്റെ ഹൃദയമാകുന്ന കണ്ണാടി കണ്ട് പൊളിച്ചു നോക്കിയാൽ അതിൽ ആവശ്യമില്ലാത്ത കുറെ ചിത്രങ്ങളുണ്ട്. അത് ഡിലീറ്റ് ആക്കാതെ നീ എങ്ങനെ ഈ ഹൃദയം കൊണ്ട് അള്ളാഹിലേക്ക് യാത്ര ചെയ്യാ? പിന്നെയും ചോദിക്കുന്നുണ്ട്, നീ രഹസ്യങ്ങൾ തേടിയിട്ട് നടക്കുന്നുണ്ടല്ലോ, എല്ലാത്തിനും ഒരു യാഥാർത്ഥ്യം ഉണ്ട്, അത് കിട്ടണം നേരത്തെ നടക്കുന്നുണ്ടല്ലോ, അതെങ്ങനെയാണ് എനിക്ക് കഴിയാ? കാരണം നീ വൈലം തത്ഹർ, നീ ശുദ്ധിയായിട്ടില്ല. ഏതില്ലെന്ന്? മിൻ ജനാബത്തി ഗഫലാത്തിക. ഓ, എന്നെ വല്ലാതെ ആകർഷിപ്പിച്ചൊരു വാക്കാണ്. നിന്റെ ഗഫലത്ത് നിന്ന് അശ്രദ്ധ എന്നാണ്. നിന്റെ അശ്രദ്ധയാകുന്ന വലിയ ശുദ്ധിയിൽ നിന്ന് നീ രക്ഷപ്പെടാതെ നിനക്കെങ്ങനെയാണ് രഹസ്യങ്ങൾ മനസ്സിലാവുക? അശ്രദ്ധ അശുദ്ധിയാണ് എന്ന് പറഞ്ഞാൽ കൽബിനൊരു ജനാപത്തുണ്ട്. ആരെങ്കിലും കുളിച്ചിക്കണം എന്ന് വരെ? ഭാര്യയോടുള്ള സംസർഗാനന്തരമുള്ള ജനാപത്ത് നമ്മളെല്ലാരും കുളിക്കാറുണ്ട്. പക്ഷെ കൽബിനൊരു ജനാപത്തുണ്ട്, അത് കുളിക്കണം. എന്നാലേ സിറുകൾ തുറന്നിട്ടുള്ളൂ. കൽബിന്റെ ജനാപത്തുണ്ട്, അത് കുളിച്ചവരാണ് മഹാന്മാർ. അതുകൊണ്ടാണ് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹുവിനോട് ഒരാൾ ചോദിച്ചു, കൈഫ ത്വരീഖു ഇല സബീൽ, ഈ പറഞ്ഞ വഴി, അവിടെ അങ്ങനെ അർത്ഥമാക്കാം, ഈ പറഞ്ഞ വഴിക്ക് എങ്ങനെയാണ് ഒന്ന് കയറാൻ പറ്റുക? അതിക്കുള്ള റോഡ് കാണിച്ചു തരുമെന്ന് വെച്ചു. മഹാനവറുകൾ പറഞ്ഞു, നമുക്കൊക്കെ പറ്റും, ഇത് നമുക്കൊക്കെ പറ്റും. എന്താരോ മഹാനവറുകൾ പറഞ്ഞു, അതില് ചേരണമെങ്കിൽ ആദ്യമായി ചെയ്യേണ്ടത് ഇസാലത്തുൽ ഇസ്റാർ, ഇസ്റാറിനെ ഒഴിവാക്കണം. എന്താണ് ഇസ്റാറിനെ ഒഴിവാക്കുക എന്ന് പറഞ്ഞാല്? അതായത് ഏത് മനുഷ്യന്മാർക്കും തെറ്റ് സംഭവിക്കും. അമ്പിയാക്കൾക്ക് സംഭവിക്കൂല, അവര് മഅസൂമികളാണ്. മലക്കുകൾക്ക് തെറ്റ് ചെയ്യാൻ കഴിയില്ല, കാരണം അവരുടെ പ്രകൃതി അങ്ങനെയാണ്. മനുഷ്യന്മാരിൽ ഇനി ഔലിയാക്കളാണെങ്കിലും ചിലപ്പം തെറ്റ് വന്നെന്ന് വരും. കിതാബിലുണ്ട് ആവശ്യം. എല്ലാ ഔലിയാക്കളും തമ്മാടിത്തരം ചെയ്യുന്നല്ലേ ഈ പറഞ്ഞ്. വലിയ ഔലിയാക്കളിലും ചിന്ന ചിന്ന കാര്യങ്ങളൊക്കെ സംഭവിച്ചു എന്ന് വരും, പക്ഷെ ഇസ്റാർ ഉണ്ടാവില്ല. അതാണ് ഇസാലത്തുൽ ഇസ്റാർ എന്ന് പറഞ്ഞത്. ഇസ്റാർ എന്ന് പറഞ്ഞാൽ അതങ്ങനെ ചെയ്തുകൊണ്ട് നടക്കുക. അബദ്ധവശാൽ എപ്പോഴെങ്കിലും സംഭവിച്ചാൽ അവരതിനൊക്കെ രക്ഷപ്പെട്ടിട്ട് അത് തന്നെ അവര് തിരിച്ചിട്ട് മറ്റൊരവസ്ഥയ്ക്ക് ആക്കിയിട്ടുണ്ടാവും. യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത് എന്നുള്ള അവസ്ഥയ്ക്ക് ആക്കിയിട്ടുണ്ടാവും. അതാണ് ഇസാലത്തുൽ ഇസ്റാർ. ഒരു സംഗതി സംഭവിച്ചു, ഇനി ന്യായീകരണം പറഞ്ഞ് ഒപ്പിക്കല്ല വേണ്ടത്. ആ ചളിയിൽ നിന്ന് തൗബയുടെ കണ്ണീര് കൊണ്ട് കുളിച്ച് രക്ഷപ്പെടണം, അല്ലാതെ അതിൽ തന്നെ ഉരുണ്ട് നിൽക്കൂല. അതാണ്ട് ഒഴിവാക്കിയാല് പഠിച്ചോൻ സിറുകളുടെ ലോകം നമുക്ക് തുറന്നു തരും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒന്നാമേം പറയാം, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ സിറിന്റെ ഒരു ഒഴുക്ക് കണ്ട് കൽബക്ക് വന്നാണ്ടല്ലോ, പിന്നെ ശരീഅത്താണ്ട് തലക്കടിക്കും. പിന്നെ ആരെ മുമ്പിലും ഹബീബിന്റെ സുന്നത്ത് വഹിക്കാനും അതിന്റെ വക്താവും പ്രയോക്താവും ആവാൻ ഒരു നാണം ഉണ്ടാവില്ല. ഇത് അവന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അഭിമാനമായിരിക്കും. അതാണ് അഭിമാനാണ്. പക്ഷെ ലാസ്റ്റൊക്കെ എങ്ങനെയാവുള്ളൂ? ബദഅൽ ഇസ്ലാമു ഗരീബ ഫസയഊദു കമാ ബദ ഫതൂബാ ലിൽ ഗുറബാ, ഫതൂബാ ലിൽ ഗുറബാ. അങ്ങനത്തെ മനുഷ്യന്മാരുണ്ട്. ഞാന് ഒരിക്കലൊരു വലിയ സ്ഥാപനത്തിന്റെ സന്നദ്ധാന സമ്മേളനത്തിന് പോയി. അപ്പൊ അവിടെ സ്കൂളുണ്ട്, വലിയ സ്കൂളും ഉണ്ട്. ആ സ്കൂളിലെ HM എന്റെ കൂടെ ചായ അടിക്കായിരുന്നു. ആള് തനിച്ച നാടനാണ്, നല്ല ഭൗതിക വിദ്യാസമ്പന്നനാണ്. പക്ഷെ അയാൾക്ക് താടി, തൊപ്പി, വെള്ള ജുബ്ബ, വെള്ള തുണി, ഹെഡ്മാഷ്. ഇതിങ്ങനെ കണ്ടപ്പോ എനിക്ക് സങ്കടം വന്നു. അതിന് കാരണം ഉണ്ടായി, നിങ്ങളോട് പറയണില്ല. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ തന്നെയാണോ സ്കൂൾക്കും പോലെ, അതോ അതിന് സ്പെഷ്യലായിട്ട് വന്നാണോ എന്ന് വെച്ചു. അല്ലല്ല, ഞാൻ അങ്ങനെ പോലാണോ? ഞാൻ അങ്ങനെ പോയാണ്. റസൂലുള്ളാഹിന്റെ സുന്നത്തല്ലേ. ഇതിപ്പോ സ്കൂളിൽ എതിരൊന്നുമില്ലേ? ഇതുവരെ ആരൊന്നും പറഞ്ഞിട്ടില്ല. മൂപ്പരൊക്കെ ഇതുവരെ ആരൊന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞാലൊട്ട് എനിക്ക് വിഷയമല്ല, ഞാൻ ചമ്പളാണ്ട് വേണ്ടാന്നൊക്കെ, എനിക്ക് ഇതാണ് വലുത്. ഞാൻ എണീച്ചിട്ട് കൈ ഒടിച്ച്, നിങ്ങളാണ്. അപ്പൊ ഞാൻ ഒഴിഞ്ഞു പോയിട്ടൊന്ന് കരഞ്ഞു.
എൻ്റെ കർച്ചീഫ് കൊണ്ടൊന്നും തുടച്ച്. അതിന് കാരണം എൻ്റെ ഞങ്ങളോട് പറയില്ല. ഓതി പഠിക്കാത്തൊരു മാഷ് സുന്നത്തിൻ്റെ ആളായപ്പോൾ മൂപ്പർക്ക് ഏരിയ പ്രശ്നമല്ല, സാഹചര്യം പ്രശ്നമല്ല. ഓതി പഠിച്ച കുറച്ച് ആൾക്കാർ ചില സ്ഥലത്തെത്തിയപ്പോഴേക്ക് ഈ സാധനമൊക്കെ ഊരും ചെയ്യണം. അതാണ് തോഫീക്ക് ഉണ്ടാവുക, തോഫീക്ക് ഇല്ല എന്ന് പറയാൻ കാരണം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇനി ഇവരൊക്കെ കുഴിയിൽ വീഴും, ഇവരൊക്കെ കുഴിയിൽ വീഴും. കാരണം ബിരുദെടുത്തിട്ട് തലയിൽ തൊപ്പിടാത്ത മുഴുവൻ ആളുകളും ഹംക്കുകളാണ്. അവർ കുഴിയിൽ വീഴും, അവർ കുഴിയിൽ വീഴും. ഇന്നല്ലെങ്കിൽ നാളെ വീഴും ഇൻഷാ അല്ലാഹ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ശുക്രില്ലാത്തവൻ ഹംക്കാണ്. ബിരുദെടുത്തിട്ട് തലയിൽ തൊപ്പിടാതിരിക്കുക എന്ന് പറഞ്ഞാൽ അവൻ ഒരുപാട് ആളുകളെ വഞ്ചിച്ചു. ഗുരുനാഥനെ വഞ്ചിച്ചു, തിന്നാൻ തന്ന ആളുകളെ വഞ്ചിച്ചു, ബിരുദം തന്ന സ്ഥാപനത്തിനെ വഞ്ചിച്ചു. അവൻ അള്ളാഹു വെറുതെ വിടൂല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അത് പറയാൻ വേറൊരു കാരണമുണ്ട്. നിങ്ങൾ വിചാരിക്കും എന്താ പോയി തഫ്സീറിന്റെ അടി കൂടി ഇത് കയറ്റുന്നു. അതിനൊക്കെ ഓരോ കാരണങ്ങളുണ്ട്. എൻ്റെ കടമ ഞാൻ തീർക്കും, അതുകൊണ്ട് മാത്രം പറഞ്ഞതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏത് രംഗത്തും സുന്നത്തിനെ സ്നേഹിച്ച് നടക്കാൻ തൗഫീഖ്. കണ്ടില്ലേ ഇവിടെ എത്ര തലയെ കെട്ടിട്ട് കുട്ടികളുണ്ട്, എത്ര ഉണ്ട്. ചില ആൾക്കാർക്ക് പൈസ എങ്ങനെയാണ് കൂടുമ്പോൾ ഓരോന്നും ഇങ്ങനെ കൊഴിഞ്ഞു വീഴണം. എന്നിട്ട് അതിന് 100,000 ന്യായീകരണം. എടോ ഇബ്ലീസിന്റെ പേരക്കുട്ടിയേക്കോ, അതാ നല്ലത്. അല്ല തൊപ്പിട്ടിട്ട് നടക്കരുത്, ആൾമാറാട്ടം നടത്തരുത്. ഇത് ഓരോന്നിനും ഓരോ വേഷം. അതിനൊരു വേഷം, ഇതിനൊരു വേഷം, അങ്ങോട്ടൊരു വേഷം. ഞാൻ ആരെങ്കിലും ഒരു 10 റുപ്യ കൂട്ടി കൊടുത്തിട്ട് ടൗസർ ഇടാൻ പറഞ്ഞാൽ അതും ഇടും. ആ അവസ്ഥയിലാണ് ചില ആൾക്കാരെ ഈമാനുള്ളത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ഇന്ന് ചായം കടി ഉണ്ടാ? ഇല്ലല്ലോ, നാളല്ല. അലിവലിയുടെ വക നാളല്ലേ? നിങ്ങളടുത്ത് ഡേറ്റ് ഉണ്ടല്ലേ? ശരി, ആയിക്കോട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. اللهم يا مقلب القلوب ثبت قلوبنا على دينك وعلى طاعتك. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. പഠിച്ചവനെ വന്നതും കേട്ടതും പകർന്നതും നുകർന്നതും ഒക്കെ കബൂലാക്കണേ അല്ലാ. ഈമാനിനെയും ഈമാന്റെ ഷിയാറിനെയും ഗൗരവത്തിലും വലുതുമായി കൊണ്ടുനടക്കണേ. യഥാർത്ഥ മുത്തഖീങ്ങളിൽ പെടുത്തണേ അല്ലാ. അള്ളാഹുവെ ദുന്യാവിന് വേണ്ടി സുന്നത്തിനെ വലിച്ചെറിയുന്ന ചാവാളികളിൽ പെടുത്തല്ലേ അല്ലാ. അള്ളാഹുവെ ഖൽബിൽ മാരിഫത്തും മഹബത്തും നൽകണേ അല്ലാ. തെറ്റുകൾക്ക് ന്യായീകരണം പറഞ്ഞ് കുട്ടി ബിലീസാവുന്ന അപകടത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാ. ചെയ്തു പോയ തെറ്റുകളിൽ നിന്ന് വരുന്ന നീചമായ സംസ്കാരങ്ങളിൽ നിന്ന് തിരിച്ചറിവോടെ തൗബ ചെയ്ത് രക്ഷപ്പെടാനുള്ള വാതിൽ തുറന്നിരുന്നേ അല്ലാ. ഞങ്ങൾക്ക് മാത്രമല്ല ഞങ്ങളോട് ബന്ധപ്പെട്ടവർക്കും നൽകണേ അല്ലാ. ഞങ്ങളെ എല്ലാ സയ്യാത്തും ഹസനാത്താക്കി തബ്ദീൽ ചെയ്യണേ അല്ലാ. ദഅവത്തിന് തടസ്സമായി വരുന്ന അനാരോഗ്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. അള്ളാഹുവെ മാരക രോഗം കൊണ്ട് തളർത്തിക്കെടുത്തല്ല അല്ലാ. ഇടങ്ങറാക്കല്ല അല്ലാ. കടത്തിൽ കൊടുക്കല്ല അല്ലാ. അള്ളാഹുവെ ഞങ്ങൾക്ക് വേണ്ടത് നിന്റെ മാർഗത്തിലുള്ള കുറെ സ്നേഹിതന്മാരെയാണ്. എച്ചാവച്ചയ്ക്ക് വേണ്ടിയുള്ളവരല്ല, ദുന്യാവിൻ്റെ ഞഞ്ഞാമിഞ്ഞയ്ക്ക് വേണ്ടിയുള്ളവരല്ല. നിന്റെയും ഹബീബിൻ്റെയും മാർഗത്തിലുള്ള കൂട്ടാളികളെ എല്ലാ നാടുകളിലും തരണേ അല്ലാ. അള്ളാഹുവെ അവരെ കൊണ്ട് ഞങ്ങൾക്കും അവർക്കും ഹിദായത്ത്, ഞങ്ങളെ കൊണ്ട് അവർക്കും നൽകണേ അല്ലാ. സ്വലാത്തിന്റെ മഹബത്തിന്റെ മാരിഫത്തിന്റെ ഇൽമിന്റെ ആളുകളാക്കി തരണേ അല്ലാ. അള്ളാഹുവെ അള്ളാഹുവെ ഞങ്ങൾ ആഫിയത്തുള്ള ദീർഘായുസ് കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാ. കടലിലും കരയിലും ഇറങ്ങുന്ന ആളുകൾ അന്യ വിഭവങ്ങൾ തുറന്നു കൊടുക്കണേ അല്ലാ. ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. തവക്കുലിന്റെ സബറിന്റെ ഹയാഇന്റെ സുഹുദിന്റെ ആളുകളാക്കണേ അല്ലാ. അമാനത്തിന്റെ ആളുകളാക്കണേ അല്ലാ. അമാനത്തിന്റെ ആളുകളാക്കണേ അല്ലാ. അള്ളാഹുവെ ദുന്യാവിന്റെ വഞ്ചനകളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്നും, ദുരിതങ്ങളിൽ നിന്നും, ദുരന്തങ്ങളിലും പെടുന്നതിനുള്ള മരണങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, ശത്രുക്കളുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് വറഹം ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് തജാവസ് അൻ ഉമ്മത്തി സയ്യിദിനാ മുഹമ്മദ് ഇജ്അൽനാ മിൻ ഖിയാരി ഉമ്മത്തിഹി വമിൻ മുഹബ്ബിഹി. മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. അള്ളാഹുവെ മാതാപിതാക്കളോടും ഗുരുനാഥന്മാരോടും ശുക്റുള്ള നന്ദിയുള്ളവരാക്കണേ അല്ലാ. നന്ദി കെട്ടവരിൽ പെടുത്തല്ലേ അല്ലാ. അവരുടെ ഗുരുത്വ കൊണ്ട് രക്ഷപ്പെടുന്ന വിഭാഗത്തിൽ പെടുത്തണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈറിൽ ഖൈസീന മുഹമ്മദ് വആലിഹി വസഹബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസ്സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.